ജോസ് ഫ്രാൻസിസ്കോ എന്ന വയോധികൻ തന്റെ 100-ാം വയസ്സിൽ മാമോദിസ സ്വീകരിച്ച് വർഷങ്ങളായുള്ള തന്റെ ആഗ്രഹം പൂർത്തീകരിച്ചതിന്റെ വാർത്തയാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരിക്കുന്നത്. പോർച്ചുഗലിലെ കാൽഡാസ് റി റെയ്നയിലാണ് ഈ അപൂർവ സംഭവം നടന്നത്. എഡോസ് ഫ്രാൻസിസ്കോസ് ദേവാലയത്തിൽ വെച്ച് നടന്ന ചടങ്ങിലാണ് അദ്ദേഹം മാമോദിസ, ആദ്യ കുർബാന, സ്ഥൈര്യലേപനം എന്നീ കൂദാശകൾ സ്വീകരിച്ചത്. ഫാദർ ജുവാഡോ ബ്രിട്ടോ ആണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. കർഷകനായി ജീവിതം മുഴുവൻ നീക്കിവെച്ച ജോസ് ഫ്രാൻസിസ്കോ തന്റെ 7 മക്കളെയും മാമോദിസ മുക്കിയിരുന്നു. എന്നാൽ കഠിനാധ്വാനവും തിരക്കുപിടിച്ച ജീവിതവും കാരണം മാമോദിസ സ്വീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. 100 വയസ്സായതിനാൽ ഇനി ഇതിന് സാധിക്കില്ല എന്നാണ് അദ്ദേഹം കരുതിയിരുന്നത്. എന്നാൽ റോട്ടറി ക്ലബ്ബിലെ ആന പിന്റോ മച്ചോഡോയുടെയും അക്കാഡമി ഓഫ് ഡ്രീംസ് സ്ട്രീമിന്റെയും ശ്രമഫലമായിട്ടാണ് അദ്ദേഹത്തിന്റെ സ്വപ്നം യാഥാർത്ഥ്യമായത്. മാമോദിസയ്ക്കായി ഉപയോഗിച്ച തൂവാല ജോസ് ഫ്രാൻസിസ്കോയുടെ ഭാര്യ നെയ്തതും അവരുടെ മക്കളെ മാമോദിസ മുക്കിയപ്പോഴും ഉപയോഗിച്ചതുമാണ് എന്ന പ്രത്യേകതയുമുണ്ട്. തന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷമാണിതെന്ന് പ്രതികരിച്ച ജോസ് ഫ്രാൻസിസ്കോ എല്ലാം വളരെ മനോഹരമായിരുന്നുവെന്നും പറഞ്ഞു. എനിക്കിത് ഒരുപാട് ഇഷ്ടമായെന്നും അദ്ദേഹം പറഞ്ഞു.